ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു റിസോർട്ടിനെ പറ്റിയാണ്. അപ്പം നമുക്ക് ഒരു ട്രിപ്പ് വാഗമണ്ണിലോട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു എന്നിരിക്കട്ടെ. അവിടെ ഒരു ദിവസം താമസിക്കണം. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിൽ നമുക്ക് പ്രിഫർ ചെയ്യാവുന്ന ഒരു നല്ല റിസോർട്ടാണ് ഹോഗിനോൾസ്. അപ്പോൾ ഇതിന് ഈ വാഗമണ്ണിൽ അനേകം ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. ഈ പ്ലേസസിലെല്ലാം വളരെ പെട്ടെന്ന് എത്താവുന്ന ഒരു പോയിന്റിലാണ് ഈ റിസോർട്ട് നിൽക്കുന്നത്. പിന്നെ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ, അതിൻ്റെ ആംബിയൻസ് അതും വളരെ നല്ലതാണ്. അതുപോലെ അവിടുത്തെ സ്റ്റാഫ്സിൻ്റെയൊക്കെ പെരുമാറ്റം അതും വളരെ നല്ലതാണ്. പിന്നെ അവിടെ ഇപ്പോൾ നമുക്ക് ഈ ഹോട്ടലിലാണെങ്കിൽ ഹോഴ്സ് റൈഡിങ് വേണമെങ്കിൽ അതുകൊണ്ട്, കുട്ടികളുടെ പ്ലേ ഏരിയ ഉണ്ട്, ഒരു തിയേറ്ററുണ്ട്. അവർ തന്നെ നമുക്ക് ഓഫ് റോഡ് റൈഡിങ് ഒക്കെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഈ മുറി എടുക്കുന്നുള്ളെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വാഗമണ്ണിൽ ഒരു മണിക്ക് മുമ്പായിട്ട് എത്തുക. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഈ റിസോർട്ടിൽ ചെക്കിങ് ടൈം 1 മണിയാണ്. ഭക്ഷണം കഴിച്ചിട്ട് ഈ ഓഫ് റോഡ് എന്തെങ്കിലും റൈഡിങ്ങിനൊക്കെ പോകാം. അത് ട്രക്കിലാണ്, ഈ ജീപ്പ് പോലുള്ള വണ്ടിയല്ല. പിന്നെ രാത്രിയാകുന്നതിന് മുമ്പ് ഒരു 2-3 സ്ഥലങ്ങൾ കൂടെ നമുക്ക് കാണാം. അത് കഴിഞ്ഞ് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ അവിടെ നിന്ന് തന്നെയാണ്. ടീ ഉണ്ട്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതും ഫ്രീയാണ്. ഇത് കഴിഞ്ഞാണ് നമ്മൾ ചെക്ക് ഔട്ട്. അപ്പോൾ ഇവിടെ തന്നെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ഒരു ചെറിയ അരുവിയൊക്കെ ഉണ്ട്. അതും കാണാൻ വളരെ ഭംഗിയുള്ളതാണ്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ പോയി കാണാം. അപ്പോൾ ഒരു 8:30 ആകുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ച് അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ എല്ലാം നമുക്ക്. അപ്പോൾ വാഗമണ്ണിൽ കാണേണ്ട പോയിന്റുകൾ, ടൂറിസ്റ്റ് പോയിന്റുകളൊക്കെ അടുത്ത ഒരു എപ്പിസോഡിൽ ഞാൻ പറയാം. ഇന്ന് പറയുന്നത് ഈ റിസോർട്ടിനെ പറ്റിയാണ്. നമ്മൾ ഹോഗിനോൾസ്, അത് വാഗമൺ വരെ പോകണ്ട, അതിനിപ്പുറത്ത് വെച്ച് ദി ജംഗ്ഷനിൽ വെച്ച് തിരിയാണ്. ഈ ജംഗ്ഷൻ തിരിയുമ്പോൾ തന്നെ ഇല്ലേ ആ കാണുന്നതാണ്, അകലെ നിന്ന് കാണാവുന്ന ഹോഗിനോൾസ് എന്ന് പറയുന്ന റിസോർട്ട്. അതിൽ മുകളിൽ കാണുന്നതും താഴെ കാണുന്നതും രണ്ടുണ്ട്. ഒന്ന് ഗുഹാ മുറികളാണ്, അടിയിൽ പുതച്ചിട്ടിരിക്കുന്ന പോലെയുള്ളത്. മുകളിൽ കാണുന്നത് നമ്മുടെ സാധാരണ ഹോട്ടലിലെ മുറികൾ. ഇതാണിതിൻ്റെ എൻട്രൻസ്, ഹോഗിനോൾസ്. ആ ഗ്ലാസ് ടോപ്പിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലം മൊത്തം കാണാം. നല്ലൊരു വ്യൂ പോയിന്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ. ഞങ്ങളുടെ ബാച്ചുകാരാണ് ഈ നിൽക്കുന്നത്. നമ്മൾ ഓഫ് റോഡ് ഡ്രൈവിങ്ങിൽ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഒരു സ്ഥലം കോട്ടമല വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുക. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റോഡില്ല. ഇതുപോലുള്ള അടുത്തോട്ടൊക്കെ വണ്ടി അങ്ങ് ഓടിച്ച് കയറ്റുക. ഇതെല്ലാം നമുക്ക് ആ ഹോഗിനോൾസ് റിസോർട്ടുകാർ അറേഞ്ച് ചെയ്ത് തന്നതാണ്. എല്ലാവരും വെള്ളച്ചാട്ടം കാണാൻ പോവുക. പിന്നെ മിക്കവാറും എല്ലാ ഹൈ റേഞ്ച് ഏരിയയിലെ റിസോർട്ടിലുള്ള പോലെ ക്യാമ്പ് ഫയർ ഉണ്ട്.
ഹോഗിനോൾസിൻ്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കാണാൻ പോകുക. നല്ല ഭംഗിയുള്ള ഒരു അരുവി. ഇല്ല 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 ഇല്ല, യഥാർത്ഥത്തിലൊന്ന് കുളിച്ചാൽ, പക്ഷേ ഈ തണുപ്പത്ത് എങ്ങനെ കുളിക്കാൻ? ഇതാണ് നമ്മൾ കണ്ട ആ അരുവി. അവിടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. പിന്നെ അപ്പോൾ നമുക്ക് ബുഫയാണ്, എല്ലാവർക്കും അവിടെ പോയി എടുത്ത് കഴിക്കാം. അപ്പോൾ ഇതതിൻ്റെ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള, പുറത്ത് ഇരിക്കാം. ഇത് കിച്ചൺ. എല്ലാം വളരെ നീറ്റാണ്. സാറേ, ഇവരുടെ ഭക്ഷണം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് സാറേ? സൂപ്പർ. ഇതെല്ലാം 2 നില കെട്ടിടങ്ങളാണ്. മുറിയുടെ അകത്തെ സെറ്റപ്പൊക്കെ എല്ലാം ഒന്ന് തന്നെ. ഏറ്റവും ഗുണം നമുക്ക് ആ വാതിലൊക്കെ തുറന്നിട്ടാൽ ഈ ആംബിയൻസ് നല്ല കാഴ്ചകളാണ്. നമ്മുടെ കേവ് റൂംസിലോട്ടുള്ള എൻട്രൻസാണ്. അസൽ ഗുഹ തന്നെയാണ് കേട്ടോ. അപ്പം എനിക്ക് അനുവദിച്ച തപസ്യ എന്നുള്ളൊരു മുറിയാണ് അതിൻ്റെ ഇൻറ്റീരിയർ കാണിച്ചത്. അപ്പം ഇതൊരു തിയേറ്ററാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് സിനിമ കാണാം. അപ്പോൾ ഇവിടെയുള്ള ഒരു ഫെസിലിറ്റി അതാണ്, പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങൾ. ഈ ഫെസിലിറ്റീസൊക്കെ ഇവിടെയുണ്ട്. ഈ കാണുന്ന അത്രയും മുറികളാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഓരോ മുറിക്ക് ഓരോ പേരിട്ടിരിക്കുകയാണ്. എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ തപസ്യയാണ്. തപസ്യ കാഴ്ചയാണ് ഈ കാണുന്നത്. നല്ല കാഴ്ചകളാണ്. അപ്പോൾ ഇതിൽ തപസ്യയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മുകളിലത്തെ നിലയാണ്. ഇങ്ങനെ മുകളിലോട്ട് കയറി പോണം. എല്ലായിടത്തും വിശ്വാമിത്രനും മേനകേനെയാണ് ഇവർ വരച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതും വിശ്വാമിത്രൻ്റെ, മേനക വന്ന് വിശ്വാമിത്രൻ്റെ തപസ്സിളക്കണ ആ ഒരു പടമാണ് കൊത്തിവെച്ചിരിക്കുന്നത്. എല്ലാം മേനകയും എന്നാണ് വിശ്വാമിത്രനും പുള്ളിയുടെ തപസ്സിളക്കാനായിട്ട് മേനക വന്ന ആ രംഗങ്ങളാണ്. വിശ്വാമിത്രൻ, മേനക. അപ്പോൾ എനിക്ക് കിട്ടിയ റൂം ഇതാണ്. അതിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെ ഈ കാണുന്ന കൊത്തുപണികളും. ഇതാണ് ഗുഹാ മുറി. സിമെന്റ് കൊണ്ടുള്ള ഗുഹയാണെന്ന് വേണേൽ പറയാം. അവസാനം കുട്ടിയായി കഴിഞ്ഞപ്പോൾ മേനകനെ വിശ്വാമിത്രൻ തള്ളിപ്പറയുന്ന രംഗം. അതുപോലെ നമ്മുടെ ടോയ്ലറ്റൊക്കെ വലിയ നീറ്റാണ്. TV ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുതിരസവാരി നടത്തണമെങ്കിൽ നടത്താം. ഈ വില്ലാസിലുള്ള ഫെസിലിറ്റിയാണ്. നമ്മളെ ഈ ഇവിടെ ഇറങ്ങി നോക്കിയാൽ കാഴ്ചകൾ, അതിൻ്റെ അകത്ത് അകത്തുള്ള ഫെസിലിറ്റീസ്
ഇപ്പോൾ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ഈ കട്ടിലൊക്കെ അഡീഷണലായിട്ട് ഇട്ട് തരും. താഴത്തോട്ട് ഇറങ്ങിയാലേ അതുപോലെ ക്ലീൻ ബാത്റൂം. എല്ലാം ഡബിൾ ബെഡ്റൂമുകളാണ്. വെക്കാനുണ്ടെങ്കിൽ മേടിച്ച സാധനങ്ങളൊക്കെ വെക്കാനുണ്ടെങ്കിൽ വെക്കാം. അതുപോലെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ബാത്റൂമൊക്കെ വളരെ നീറ്റാണെന്നുള്ളതാണ്. ഇവിടെ ഒരു ഭക്ഷണം കഴിക്കാനുള്ള റൂമുണ്ട്. ഈ വീഡിയോ വന്നിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.